അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര പെട്ടെന്നാണല്ലേ വർഷങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ ക്രിസ്മസും ഇങ്ങെത്തി. ഈ വർഷം ലാസ്റ്റ് ആയില്ലേ. അപ്പോഴേ ക്രിസ്മസ് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ആദ്യം ഓർമ്മ വരിക നല്ല മഞ്ഞ് മൂടിയ കാലാവസ്ഥയും പിന്നെ പ്ലം കേക്കുമാണ്. പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അധിക പേരും ഷോപ്പിൽ നിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാറായിരിക്കും. എന്നാലേ എളുപ്പത്തിൽ അവനോ എയർ ഫ്രയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റൗ ടോപ്പിൽ തന്നെ ഈ ഒരു പ്ലം കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കാനും ഒന്നും മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. പ്ലം കേക്ക് ലവേഴ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. പിന്നെ നമുക്ക് ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പ്ലം കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാലയുടെ പൊടിയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക ഇവയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് വേണം. അതിൻ്റെ തന്നെ ആ ഒരു ഓറഞ്ചിൻ്റെ മുകളിലുള്ള തൊലി ഭാഗം ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും എടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മളെ കേക്കിന് ആവശ്യമായിട്ടുള്ള മൈദപ്പൊടി, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ വാനില എസൻസ് ഇവയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. പിന്നെ കുറച്ച് നട്ട്സും വേണം. നമ്മളെ കയ്യിലുള്ള നട്ട്സൊക്കെ എടുത്താലും മതിയേ. കൂടുതലായിട്ട് നമ്മൾ ആ ഒരു ഉണക്കമുന്തിരി ഉണ്ടല്ലോ ബ്ലാക്ക് കളറിലുള്ള അതെടുക്കുന്നതാണ് പ്ലം കേക്കിന് കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ ഇതാ ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പഞ്ചസാര മാറ്റി വെച്ചിട്ട് പൊടിച്ചത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ പൊടിക്കാണ്ട് കുറച്ച് കാരമലൈസ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്കിതാ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എഗ്ലെസ് ആയിട്ടും ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ കോഴിമുട്ട ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ ഒരു എഗ്ഗിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാൻ വെനില എസൻസ് ചേർത്ത് വെക്കുന്നുണ്ട്. അത് നമുക്ക് മിക്സിയിൽ നിന്ന് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതിന് മുന്നേ ആദ്യം നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ചൂടാൻ വെക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മളെ ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ ബ്ലാക്കും മറ്റേതും റൈസിൻസ് എടുക്കുന്നുണ്ട്. പിന്നെ ഡേറ്റ്സ് എടുക്കുന്നുണ്ട്. ഇവയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഒരു ഓറഞ്ചിൻ്റെ മുഴുവൻ ജ്യൂസും എടുക്കണേ. എന്നിട്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഓറഞ്ചിൻ്റെ ജ്യൂസിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് അടച്ചവിടെ വെക്കുന്നുണ്ട്. നമ്മൾ ഇനി ഷുഗർ ഒന്ന് കാരമലൈസ് ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ 2 മുട്ടയിൽ വാനില എസൻസ് ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അത് നമുക്ക് ആദ്യം പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചതിന് ശേഷം ആ ഒരു മിക്സി ജാറിൽ ഈ ഒരു മുട്ട ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ഒന്നുകൂടി ഒന്നങ്ങ് ബ്ലെൻഡ് ചെയ്തിട്ട് അതും ഒന്നങ്ങ് മാറ്റി വെക്കണേ. ഈ ഒരു സംഭവമൊക്കെ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഷുഗർ പെട്ടെന്ന് കാരമലായി കിട്ടിക്കോളും. ഷുഗർ മെൽട്ടായി വന്നിട്ടുണ്ട്. ഒന്നങ്ങ് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് ഉണ്ടാവും. അത് കുഴപ്പമില്ല. നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അതൊന്നങ്ങ് മെൽട്ടാക്കി എടുത്താൽ മതിയേ. എന്നിട്ട് ആ ഒരു മെൽട്ടായ ഷുഗറിലേക്ക് നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ആ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസോട് കൂടെ തന്നെ ഈ ഒരു കാരമലൈസ് ചെയ്ത് ഷുഗറിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഇത് നല്ലോണം ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. ഒന്നങ്ങ് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കുക. നട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കയ്യിൽ ഇഷ്ടമുള്ള എന്തൊക്കെയാണോ അതൊക്കെ ചേർത്ത് കൊടുക്കുക. കൂടുതലായിട്ടും കാഷ്യൂ നട്ട്സ് ആണ് വേണ്ടത്. പിന്നെ ഞാനിപ്പം ബദാമും പിസ്തയും വാൾനട്ടും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കരുത്. എന്നാൽ വലിയ പീസുമായിരിക്കും പോകരുത്. ചെറുതായി ഒന്നങ്ങ് നുറുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്ന് കാരമലൈസ് ചെയ്ത് ഷുഗറിൽ കോട്ട് ചെയ്തിട്ട് സോട്ടായി വരണം. അപ്പോൾ അതിനായിട്ട് നല്ലോണം അങ്ങ് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഓറഞ്ച് സെസ്റ്റും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു മസാലപ്പൊടിയിൽ എന്താണ് ചേർത്തതെന്ന്. പിന്നെ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഓറഞ്ച് സെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് ആ വൈറ്റ് പോർഷൻ വരരുത്. മുകളിലത്തെ ആ ഒരു ഓറഞ്ച് കളറിലുള്ള തൊലി മാത്രം ഒന്നങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ഒരു നല്ല ഓറഞ്ചിൻ്റെ ഫ്ലേവർ വരും നമ്മൾ ഈ ഒരു കേക്കിന്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കോഴിമുട്ടയും വനില എസൻസും പഞ്ചസാരയും മിക്സ് ആക്കിയിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ മിക്സിയിൽ നിന്ന് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ചൂടാറിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എഗ്ഗ് പെട്ടെന്ന് ഇതിൽ കുക്കായി പോകും. അപ്പോൾ ഒന്നങ്ങ് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കുക.
ഈ ഒരു സമയത്ത് നമ്മൾ പഞ്ചസാര ഓൾറെഡി കോഴിമുട്ട മിക്സ് ചെയ്യുന്ന സമയത്ത് അതിലും പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ കാരമലൈസ് ചെയ്ത് ഷുഗറിൻ്റെ പഞ്ചസാരയും ഉണ്ടാവുക. അപ്പം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സമയത്ത് പൊടിച്ച പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. പിന്നെ ഇതിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ബട്ടറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തിട്ടില്ല, ആ ഒരു സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ടിട്ട് ഒന്നങ്ങ് മെൽട്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തെടുത്താലും മതിയേ. ഇനി ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലോട്ട് നമ്മളെ മൈദപ്പൊടി, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, ഒരു നുള്ളുപ്പ് മതിയേ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഇതൊന്നങ്ങ് എല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇത് മിക്സ് ചെയ്യുന്നതിൻ്റെ ഈ ഒരു സമയത്താണ് ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബട്ടറാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യുന്നില്ലേ, ആ ഒരു സമയത്ത് അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പം ഞാനിതാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്നങ്ങ് മിക്സാക്കി എടുക്കുക. പിന്നെ ഇത് മിക്സാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് തിക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്നങ്ങ് ലൂസാക്കി എടുത്താൽ മതിയേ. സാധാരണ നോർമൽ പശുവും പാലുണ്ടല്ലോ, ചൂടൊന്നും ആക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിപ്പം ചെറുതായി ഒന്ന് തിക്കായിട്ടാണ് ഉള്ളത്. നമുക്ക് കുറച്ചൊന്ന് ലൂസായിട്ട് വേണം ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവാൻ കേക്കിൻ്റെ ബാറ്റർ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരിത്തിരി പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി ആ ഒരു ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവർ ആയിരിക്കും. ആ ഒരു പട്ടയുടെയും ജാതിക്കയുടെയും ഗ്രാമ്പൂൻ്റെ ഒക്കെ ഫ്ലേവർ വരുന്ന സമയത്ത് കൂടിപ്പോകാൻ പാടില്ല, കൂടിപ്പോയാൽ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുൻപിട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു പിഞ്ചല്ലേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഈ ഒരു മിക്സിലോട്ട് ഒരു ഇത്തിരി കൂടി അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബാറ്റർ തിക്കായതുകൊണ്ട് ഒരു ഇത്തിരി പാൽ ഒഴിച്ചിട്ട് ഒന്നങ്ങ് ലൂസാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ഒരുപാട് സ്പൂണിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുകയൊന്നും ചെയ്ത് ഒരു വശത്തേക്ക് മാത്രമായിട്ട് ചെറുതായി ഒന്നങ്ങ് മിക്സ് ആക്കുകയേ വേണ്ടൂ. ഇനിയിപ്പോൾ നമ്മൾ അവനിലോ എയർ ഫ്രയറിലോ ഒന്നുമല്ല നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് ജാറാണ് ഞാൻ എടുത്തത്. നമുക്ക് കേക്ക് ടിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. എന്നിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബട്ടറൊക്കെ അതിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു എയർ ബബിളും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ഒന്നങ്ങ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലായിട്ട് ഞാനിപ്പം കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും ബ്ലാക്ക് റൈസിൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി നമ്മൾ അത്രയും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു സ്റ്റാൻഡ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ആ ഒരു കേക്കിൻ്റെ ബൗൾ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു 45-50 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് ഇത് നമുക്ക് സ്റ്റീമായി കിട്ടിക്കോളും. പിന്നെ ആദ്യം ഒരു അരമണിക്കൂറോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മളിതാ ഒരു ഈർക്കിൽ വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ അതിൽ ഒന്നും ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലോണം കുക്കായിട്ടുണ്ട് എന്നാണ്. പക്ഷേങ്കിൽ ഈ ഒരു കേക്കിൻ്റെ മുകൾ ഭാഗം ചെറുതായി ഒന്നങ്ങ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എൻ്റെത് കുഴപ്പമില്ല, നമ്മളിത് കട്ട് ചെയ്തിട്ടാണല്ലോ കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഒന്നും കുഴപ്പമൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കഴിക്കാനായിട്ട് അടിപൊളിയായിട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്നങ്ങ് ചൂടാറിയതിന് ശേഷം ഇത് ബട്ടർ പേപ്പറിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇതിപ്പം കറക്റ്റ് മധുരമൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു മുകൾ ഭാഗം ചെറുതായൊന്ന് പൊട്ടിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവനോ എയർ ഫ്രയറോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല, ഈസി ആയിട്ട് നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ മുകളിൽ ചെറുതായൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ കഴിക്കാൻ. ഇതിപ്പോൾ നമ്മളിതാ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക തന്നെയാണല്ലോ ചെയ്യുക, അതുകൊണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ ഒരു ബാറ്റർ കുറച്ച് കൂടുതലായിരുന്നു, ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു പാത്രം അത്ര വലുപ്പം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇത്ര ഹൈറ്റ് വന്നതേ. കുറച്ച് വലുപ്പമുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവിലായിട്ട് കിട്ടിക്കോളും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നേ ഈ ഒരു കേക്ക്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ എഗ്ഗ് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു എഗ്ഗിൻ്റെ സ്മെല്ലോ ഫ്ലേവറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു പ്ലം കേക്ക് കഴിക്കാൻ. ചെറുതായിട്ടുള്ള ആ ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവറും പിന്നെ നമ്മൾ ആ ഒരു ഗരം മസാല പൊടിയുടെ ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കഴിക്കാൻ കൂടുതലായിട്ടും ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കഴിക്കാൻ കിട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ക്രിസ്മസ് ആയിട്ട് എല്ലാവരും പ്ലം കേക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങാറായിരിക്കും പതിവ്. ഇന്നിപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഓവനോ കാര്യങ്ങളോ ഒന്നും വേണ്ടല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പ്ലം കേക്ക് ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ കാണാൻ നമ്മൾ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.